എനിക്ക് അങ്ങനെ ഒന്നും നീ എന്താ ചെയ്യാ? ഞാൻ അവനെ പോലെ വെറുതെ ഞാൻ ചക്കലക്കി കെട്ടിടും. ഇപ്പൊ തന്നെ നിങ്ങക്ക് മനസ്സിലാവൂലോ ഏത് മൂവി കാണാനാ പോണെന്ന്. നമ്മുടെ സയ്യാറെ കുറെ ഇങ്ങനെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ വന്നപ്പോ കാണണമെന്ന് എനിക്ക് എന്തായാലും തീരുമാനമായി. ഓൾറെഡി നെറ്റ്ഫ്ലിക്സിൽ വരും, എന്നാലും തിയേറ്റർ എക്സ്പീരിയൻസ് ഒന്ന് വേറെ തന്നെയാണല്ലോ. അങ്ങനെ ഞങ്ങള് മൂവിക്ക് കയറിട്ടോ. ഒരു പ്ലാനിങ്ങും ഇല്ലാണ്ട് ഞങ്ങൾ പോയൊരു മൂവിയാണ്. സാധാരണ ഏതെങ്കിലും ഒരു മൂവി ഇറങ്ങുമ്പോൾ ഒന്നെങ്കിൽ ഞാൻ ഇനീഷ്യേറ്റീവ് എടുക്കും, അല്ലെങ്കിൽ അവൻ എടുക്കും. ഇത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേപോലെ ആഗ്രഹം തോന്നി ഞങ്ങൾ പോയതാണ് കേട്ടോ. അതും വെറും 2 സെക്കൻഡിലാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. ടിക്കറ്റ് എന്തായാലും കിട്ടിയത് ഭാഗ്യം. കാരണം ഇത് ഞങ്ങൾ മിസ് ചെയ്യായിരുന്നെങ്കിൽ ശരിക്കും മിസ് ചെയ്തേനെ. ദെൻ ഇന്റർവെല്ലൊക്കെ ആയപ്പോ ഞങ്ങൾ ഒന്നുകൂടെ എക്സൈറ്റഡ് ആയി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മൂവി കഴിഞ്ഞപ്പോ അയ്യോ കഴിഞ്ഞല്ലോ, ഇനി ബാക്കി ഇല്ലേന്നാണ് തോന്നിയത്. ആഷിക്കി ടു അതുപോലെ മലങ്ങൊക്കെ ഒരു മിക്സിംഗ് ആണ്, എന്നാലും ഗൈസ് ഒരു ഡിഫറൻസ് ഉള്ളെന്ന് തന്നെ പറയാം. എല്ലാവരുടെയും പെർസ്പെക്റ്റീവ് വേറെ തന്നെയല്ലേ. ആ മൂവി എങ്ങനെയുണ്ട്? നല്ല നീ എനിക്ക് അങ്ങനെ ഒന്നും നീ എന്താ ചെയ്യാ? ഞാൻ അവനെ പോലെ വെറുതെ ഞാൻ ചക്കലക്കി കെട്ടിടും. ഗൈസ് സ്പോയിലർ ഞാൻ നശിപ്പിക്കാനില്ല. നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം. കാരണം പോകുമ്പോൾ കപ്പിളായിട്ട് പോവാട്ടാ. പിന്നെ നേരെ പോയി ഫുഡ് അടിച്ചിട്ട് വീട്ടിൽ പോയിട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ, നമുക്ക് വീണ്ടും കാണാം.